സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രക്കാർക്ക് വളരെ പവിത്രമായ ഹിരണ്യകേശി നദിയുടെ ഉത്ഭവസ്ഥാനമായ ഹിരണ്യകേശി ക്ഷേത്രവും കണ്ട് സുന്ദരമായ അംബോലി വില്ലേജും അവിടുത്തെ കാഴ്ചകളും ആസ്വദിച്ച് മഹാരാഷ്ട്രയിലൂടെയുള്ള യാത്ര. മനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളും മലനിരകളും താണ്ടി ഇങ്ങോട്ടുള്ള യാത്രയും ഇവിടുത്തെ അനുഭവവും ഇവിടം മഹാരാഷ്ട്രയിലെ തീർച്ചയായും കണ്ടിരിക്കുന്ന ഇടങ്ങളിലൊന്നാക്കി മാറ്റുന്നു. പാർവതി ദേവിയുടെ പവിത്രമായ ഹിരണ്യകേശി ക്ഷേത്രം ഹിരണ്യകേശി നദിയുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ്. സമൃദ്ധമായ വനത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് പ്രധാന ശ്രീകോവിലിൽ സ്വർണ്ണ മുടി ചൂടിയ പാർവതി ദേവിയുടെ വിഗ്രഹവും ചുവന്ന നിറത്തിലുള്ള ശിവലിംഗവുമുണ്ട്. ദിവസേനയുള്ള വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഉപയോഗിക്കുന്ന ഈ ശിവലിംഗം ഗുഹയുടെ ഒരു മറവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നദിയുടെ ഉത്ഭവം ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലുള്ള പ്രകൃതി നിർമ്മിതമായ ഗുഹയ്ക്കുള്ളിലാണ്. ഉള്ളിൽ നല്ല തണുപ്പുള്ള വളരെ ഇടുങ്ങിയ ഗുഹയാണെങ്കിലും ഏകദേശം 4 കിലോമീറ്ററോളം ഇതിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കാനാവുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കാടിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ ഒരു ആംബിയൻസും ഇവിടുത്തെ വെള്ളത്തിന്റെ ഒരു ശുദ്ധതയും ഈ ക്ഷേത്രത്തിന്റെ പവിത്രതയും ഒക്കെ നമുക്കൊരു പ്രത്യേക ആനന്ദമാണ് ഇവിടെ സമ്മാനിക്കുന്നത്. ഇവിടെ വരുന്നവർ ഈ വെള്ളത്തിൽ കുളിക്കുകയും ഇവിടെ നിന്നുള്ള വെള്ളം കുപ്പിയിൽ ശേഖരിച്ച് കൊണ്ടുപോവുകയുമാണ് പതിവ്. ഈ അമ്പലത്തിനും ഈ അമ്പലക്കുളത്തിനും കൗതുകരമായ മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. മറ്റെവിടെയുമില്ലാത്ത ഇവിടെ മാത്രം കണ്ടുവരുന്ന സ്വർണ്ണ വരകളോടുകൂടി ഗോൾഡൻ ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട മത്സ്യമുണ്ട് ഇവിടെ. ഈ മത്സ്യങ്ങളാണ് ഈ അമ്പലത്തെയും ഇവിടെയുള്ള ആളുകളെയും ഈ ഗ്രാമത്തെയും ഒക്കെ സംരക്ഷിക്കുന്നതെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. ഗോവയിൽ നിന്നും ഇങ്ങോട്ടുള്ള യാത്രയിൽ പ്രശസ്തമായ അംബോലി വെള്ളച്ചാട്ടവും മറ്റനേകങ്ങളായ ചെറു വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിലോട്ടുള്ള പടവുകളോട് വെള്ളം തട്ടിത്തട്ടി ഒഴുകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച. മഴ കുറഞ്ഞതിനാൽ ഇതിലെയുള്ള വെള്ളവും വെള്ളച്ചാട്ടങ്ങളൊക്കെ കുറച്ച് ശോഷിച്ച അവസ്ഥയിലാണ്. അതിനാൽ തന്നെ കാഴ്ചക്കാരും കുറവാണ്. പക്ഷെ മഴക്കാലത്ത് ഇതിലുള്ള യാത്ര തീർത്തും അപകടം നിറഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴാവുന്ന ഇവിടം വളരെ സാഹസം നിറഞ്ഞൊരു യാത്ര തന്നെയാണ്. അംബോലിയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ പ്രശസ്തമായ റിവേഴ്സ് വാട്ടർഫോൾ, അതായത് വെള്ളം താഴെ വീഴാണ്ട് പുറകോട്ട് വരുന്ന റിവേഴ്സ് വാട്ടർഫോൾ നമുക്ക് കാണുവാൻ സാധിക്കും. മലയടിവാരത്തിന്റെ മനോഹരമായ വ്യൂ സമ്മാനിക്കുന്ന ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. അവിടെ നിന്നുള്ള ശക്തമായ കാറ്റാണ് ഈ പ്രതിഭാസത്തിന് കാരണം. നിലവിൽ വെള്ളം കുറവായതിനാൽ വിസിറ്റേഴ്സും അതിനോടനുബന്ധിച്ചുള്ള ഷോപ്പുകളിലുള്ള തിരക്കും കുറവാണ് ഇവിടെ. ഇവിടുത്തെ സൗന്ദര്യം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്ന മഴക്കാലത്താണ്. നിങ്ങളുടെ യാത്രയ്ക്ക് അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് മൺസൂണാണ്. ഇന്ത്യയും നേപ്പാളും ഭൂട്ടാനും കാണുവാനുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്നും തുടരുകയാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനെ അബി ട്രിപ്സ് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അറബിക്കടലിന്റെ തീരത്തുള്ള പശ്ചിമഘട്ട മലനിരകളുടെ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്ന ഇവിടം അതിമനോഹരങ്ങളായ മലനിരകളാൽ സമ്പന്നമാണ്. അതുപോലെ തന്നെ അതിമനോഹരങ്ങളായ പൈതൃകങ്ങളാലും ചരിത്രങ്ങളിലും സമ്പന്നമായ മഹാരാഷ്ട്രയുടെ കൂടുതൽ കാഴ്ചകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിലവിലുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ സമ്മാനിച്ചൊരിടം കൂടിയാണ് മഹാരാഷ്ട്ര. ഛത്രപതി ശിവാജിയുടെ കോട്ടകളും അവിടുത്തെ വില്ലേജുകളും ഈ വില്ലേജിലുള്ള ആൾക്കാരുടെ മനോഭാവങ്ങളും ഹിൽ സ്റ്റേഷനിൽ ടെന്റ് അടിച്ചിടന്നതിന് നമ്മളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയ അവിടുത്തെ ആളുകളും അവരുടെ മനോഭാവവും പുതിയ കാഴ്ചപ്പാടുകളും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര അനുഭവങ്ങൾ തന്ന മനോഹരമായൊരു സ്ഥലം. ഓരോ യാത്രയും പുതിയ അനുഭവങ്ങളും പുതിയ പാഠങ്ങളുമാണ്. ഇന്ത്യ അറിയുന്നതിനായുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് വീണ്ടും തുടരുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയുമായി വരുന്ന ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും. താങ്ക് യു.